സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ നഫ്സുൽ അമ്മാറത്തും ബിസ്സൂഇനെ പരിപോഷിപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാരെയും കൂട്ടുകാരികളെയും നമ്മൾ തിരഞ്ഞെടുത്താൽ വല്ലാഹി സത്യം നിങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ താൽക്കാലികമായ ഒരു ആശ്വാസവും സന്തോഷമൊക്കെ ആ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നും. അത് ഇബ്ലീസ് ഉണ്ടാക്കി തരുന്നതാണ്. ആ കൂട്ടുകാരുടെ പര്യവസാനം എന്താ അറിയോ? യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഈ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ നരകത്തിൽ വെച്ച് കാണുന്നതാണ്. നരകത്തിൽ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ കാണും. അവർ രണ്ടുപേരും തമ്മിൽ കാണും. എന്താ പറയാ? നീ ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. സുഖം തന്നെ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? അടിച്ചു പൊളിക്കാലോ ഇനി. അതൊന്നല്ല പറയാ. നരകത്തിൽ വെച്ച് അവർ രണ്ടുപേരും കാണുമ്പോ എന്താ അവർ പരസ്പരം പറയാ? യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല വഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പടച്ചോനെ, ഈ വൃത്തികെട്ടവനെ, ഈ നാശം പിടിച്ചവനെ, ഈ നാശം പിടിച്ചവളെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരനായി കൂട്ടുകാരിയായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ തവണയും എനിക്ക് ഉത്ബോധനം കിട്ടിയപ്പോ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചപ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, നിസ്കരിക്കാൻ തുടങ്ങുമ്പോ, ദിക്ർ ചൊല്ലാൻ തുടങ്ങുമ്പോ, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ, പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കാൻ തുടങ്ങുമ്പോ എന്റെ പിറകിൽ നിന്ന് ഇവൻ എന്നെ പിറകോട്ട് വലിച്ചു, ഇവളെന്നെ പിടിച്ചു വലിച്ചു, എന്നെ വീണ്ടും വീണ്ടും ഹറാമിന്റെ പന്താവിലേക്ക്, ആസ്വാദനത്തിന്റെയും ഹറാമുകളുടെയും അധാർമികതകളുടെയും വൃത്തികേടുകളുടെയും പാന്താവിലേക്ക് ഇവൻ എന്നെ പിടിച്ചു വലിക്കുകയായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പടച്ചോനെ, അതുകൊണ്ട് ഇവനെ പോലത്തെ ഒരു കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്റെ പരിചയത്തിലുള്ള കുറെ ആളുകൾ സ്വർഗത്തിലിരിക്കുന്നത് പോലെ എനിക്കും ഇരിക്കായിരുന്നു എന്നാണ് ഇവർ പരസ്പരം നരകത്തിൽ വെച്ച് പറയാ. അതാണ് ഈ കൂട്ടുകെട്ടിന്റെ പര്യവസാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ.